ഇന്ന് വീരപഴശ്ശി സ്മൃതി ദിനം. വയനാട് മാനന്തവാടിയിലാണ് വീരദേശാഭിമാനി പഴശ്ശിരാജ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഓരോ വർഷവും വിപുലമായി തന്നെയാണ് ഈ ദിനം ഇവിടെ കൊണ്ടാടുന്നത്. പഴശ്ശിരാജാവിന്റെ വീരസ്മരണകൾ ഉറങ്ങുന്ന നാടാണ് വയനാട്. വയനാട്ടിലെ മാനന്തവാടിക്കടുത്താണ് പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് ഇത്രയേറെ വെല്ലുവിളി ഉയർത്തിയ എതിരാളികൾ ചുരുക്കം എന്ന് തന്നെ പറയാം. അധിനിവേശത്തെ എതിർക്കുക മാത്രമായിരുന്നില്ല, ഓരോരുത്തരുടെ ഉള്ളിലും നാടെന്ന വികാരം ഉണർത്തുകയായിരുന്നു വീരപഴശ്ശി. 1805 നവംബർ 30 പുൽപ്പള്ളിയിലെ മാവിലത്തോട്ടിൽ വെച്ച ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെട്ട പഴശ്ശിരാജാവിന്റെ മൃതദേഹം മാനന്തവാടിയിലാണ് അടക്കം ചെയ്തത്. പുൽപ്പള്ളിയിൽ നിന്നും മാനന്തവാടി വരെ എല്ലാവിധ ഔദ്യോഗിക ബഹുമാനത്തോടും കൂടിയാണ് ബ്രിട്ടീഷുകാർ മൃതദേഹം എത്തിച്ചത്. ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കളക്ടർ തോമസ് ഹാർവേ ബേബറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനെതിരെയുള്ള ഏറ്റുമുട്ടലിലാണ് പഴശ്ശിരാജ വീണത്. തദ്ദേശീയവാസികളായിട്ടുള്ള ഇവിടെയുള്ള തദ്ദേശീയരോടൊത്ത് വളരെ ധീരമായി പോരാടിയ അദ്ദേഹം പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാത്തൊട്ടിൽ വെച്ച് 1805 രക്തസാക്ഷിയായി മാറി. ആ മൃതദേഹം അവിടെ നിന്ന് എല്ലാവിധ ബഹുമതിയോടും കൂടി അന്നത്തെ കളക്ടറായിട്ടുള്ള സബ് കളക്ടറായിട്ടുള്ള TH ബാബറിന്റെ നേതൃത്വത്തിൽ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബഹുമതിയോടുകൂടി അടക്കം ചെയ്തയിടത്ത് ആദ്യം ഒരു ആൽമരം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് പഴശ്ശി കുടീരത്തിന് പുതിയ കെട്ടിടങ്ങൾ വന്നത്. സ്മൃതി ദിനത്തിൽ ഓരോ വർഷവും ഇവിടെ പുഷ്പാർച്ചന നടത്തി വരുന്നു. പഴശ്ശി കുടീരത്തോട് ചേർന്ന പഴശ്ശി മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നുണ്ട്. പഴശ്ശി കുടീരത്തിന്റെ അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന പഴശ്ശി മ്യൂസിയമാണിത്. പഴശ്ശി രാജാവിന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള രേഖകളുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴശ്ശി രാജാവിന്റെ വീരചരിത്രങ്ങളോടൊപ്പം മറ്റു ചരിത്ര സംഭവങ്ങളും മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എടച്ചനക്കുങ്കരും തലക്കര ചന്തുവുമെല്ലാം ഈ ദിനത്തിൽ ഓർമ്മിക്കേണ്ട ധീര ദേശാഭിമാനികളാണ്. ഒരു നാടിനെയാകെ സ്വാതന്ത്ര്യം എന്നെന്ന് പഠിപ്പിച്ച മലബാർ സിംഹം പഴശ്ശിരാജയുടെ ഇടവും വലവും നിന്നവർ. ജനം, വയനാട്.